ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ തവണ അമേരിക്കൻ റവല്യൂഷനാണ് എടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത 3 ക്ലാസ്സുകളായിട്ട് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ കവർ ചെയ്യാം. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്പിലാണ് നടന്നത്. ഓക്കെ, യൂറോപ്പിൽ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, യൂറോപ്പിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു ഫ്രാൻസ്. ആ സമയത്ത് ഏകദേശം 2.7 മില്യൺ ജനസംഖ്യ ഫ്രാൻസിലുണ്ടായിരുന്നു. ഈവൻ ബ്രിട്ടനെ കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു 1/3 പോപ്പുലേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഫ്രാൻസിൻ്റെ. അത് മാത്രമല്ല, യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് നടന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ് ഒരു 50 കൊല്ലത്തേക്കും ഈ റവല്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സിറ്റിസൺ ആയിട്ടുള്ള മനുഷ്യർ നമുക്ക് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. അത് പിന്നീട് ലോകത്തിന്റെ തന്നെ ഒരു മോഡേണിസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഫ്രാൻസിൽ നടക്കുന്ന ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞത് യൂറോപ്പിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, അന്നത്തെ എൻലൈറ്റ്മെന്റ്, അതുപോലെ തന്നെ റിനൈസൻസ്, മോഡേണിറ്റി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ടും നടന്നത് യൂറോപ്പിലാണ്. ഈ സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു റവല്യൂഷൻ, അതായത് നമ്മൾ മുന്നേ പഠിച്ചിരുന്ന കുറേ തിയറികൾ ഉണ്ടല്ലോ, അതായത് സ്വതന്ത്ര മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ജസ്റ്റിസ്, ഹ്യൂമനിസം, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനൊന്നും ഒരു സ്ഥലത്തും പ്രായോഗികമായിട്ട് നടത്തി കിട്ടാനുള്ള ഒരു എക്സ്പെരിമെന്റ് ഒരു സ്ഥലത്തും ഉണ്ടായില്ല. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷനാണ് അത്തരത്തിലുള്ളൊരു റവല്യൂഷന് അത്തരത്തിലുള്ളൊരു എക്സ്പെരിമെന്റിനും റിപ്പബ്ലിക്കനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നേഷന്റെ ഹെഡ് എലക്റ്റഡ് ആയിട്ട് ഉള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശം ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഭയങ്കര നോബിൾ തിയറീസ് ആണ്. ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലാക്കി കിട്ടിയത് ഈ ഫ്രഞ്ച് റവല്യൂഷനിലാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തത്, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അറ്റ്ലീസ്റ്റ് ആ കണ്ടംപററി ടൈമിലെങ്കിലും. ഓക്കെ, ഇപ്പോൾ ഈ റവല്യൂഷൻ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, അങ്ങേയറ്റത്തെ രക്തരൂഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. നമ്മൾ വിചാരിക്കുക ഓക്കെ കുറച്ച് നാള് റവല്യൂഷൻ, അതിനുശേഷം എല്ലാം ശാന്തമായി, എന്താ പറയുക, പുതിയ ഒരു പുതിയൊരു മോഡൽ പൊളിറ്റി വന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഭരണം തുടങ്ങി. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫ്രാൻസ് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനുശേഷം നമുക്കറിയാലോ, റോബർട്ട്സ്പിയറിൻ്റെയും ഡെൻടോൻ്റെ ഒക്കെ കാലത്തുള്ള റീൻ ഓഫ് ടെറർ എന്ന് വിളിക്കുന്ന ഒരു സംഭവം, ഇതൊക്കെ ഈ റവല്യൂഷന്റെ ഭാഗമാണ്. ഇപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇപ്പൊ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ 200 വർഷങ്ങൾ കഴിഞ്ഞല്ലോ. 100 വർഷത്തിനും 200 വർഷത്തിനൊക്കെ ഫ്രാൻസ് ഇതുപോലെ ഉള്ള പ്രോഗ്രാമുകൾ, മീൻസ് അതിന്റെ ആ വാർഷികം ആഘോഷിക്കാനുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കും. ചില സമയത്തൊക്കെ എന്താ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ, അത്തരത്തില് ഈ റീൻ ഓഫ് ടെററിന്റെ സമയത്ത് ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളൊന്നും അത് കാണിക്കാതെ ഒന്നും സാനിറ്റൈസ് ചെയ്തിട്ട് അവരാണ് ഡെമോക്രസി കൊണ്ടുവന്നത്, അതുപോലെ സ്വതന്ത്ര മനുഷ്യൻ, ഹ്യൂമാനിറ്റി, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ക്ലൈമറ്റ് വേറെ ഉണ്ട് യൂറോപ്പിൽ. മീൻസ് യു കെ പോലെയുള്ള സ്ഥലങ്ങൾ അവർ പറയുന്ന അവരാണ് ഡെമോക്രസി, നോബിൾ ഐഡിയ, എന്താ പറയാ, ഇത് പറയുന്നത് ഫ്രാൻസിനെ കൗണ്ടർ ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഉദാത്തമായ ഐഡിയകൾ കൊണ്ടുവന്നു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ, പറയേണ്ടത് ഈ റീൻ ഓഫ് ടെറർ ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട്, മീൻസ് അത്തരത്തിലുള്ള ചെറിയൊരു ഡിസ്കഷൻസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ്, അതായത് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഐഡിയകൾ കൊണ്ടുവന്നു മാത്രമല്ല, ആ സമയത്ത് ഉണ്ടായിരുന്ന ജനജീവിതത്തെ അങ്ങേയറ്റം താറുമാറാക്കിക്കൊണ്ടാണ്, വലിയ പ്രക്ഷുബ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള റെവല്യൂഷൻസ് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ,
നമുക്ക് ഓക്കെ, ജസ്റ്റ് ആ സമയത്ത് യൂറോപ്പിൽ എങ്ങനെയായിരുന്നു പൊളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. മുന്നേ പറഞ്ഞ പോലെ രാജാക്കന്മാരാണ് യൂറോപ്പ് ഭരിച്ചിരുന്നത്. അബ്സല്യൂട്ട് മൊണാർക്കിയാണ്. അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തും അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നില്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയിൽ എപ്പോഴും രാജാവിന് ഏറ്റവും എന്താ പറയുക, അങ്ങേയറ്റത്തെ അധികാരം എപ്പോഴും കിട്ടിക്കോളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഡൽ ലോഡ്സിന് പല സമയത്തും അവർ വലിയ ശക്തി ആർജിക്കുകയും പിന്നീട് രാജാവിന് ഇവരുടെ ആശ്രയത്വത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. മീൻസ് ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനുമല്ല. ഉദാഹരണത്തിന് ഒരു വലിയ രാജ്യം, ഫ്രാൻസ് പോലുള്ള വലിയ രാജ്യം, അതിൽ രാജാവിന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് ഫ്യൂഡൽ ലോഡ്സ് വേണ്ടി വരും. അപ്പോൾ ഫ്യൂഡൽ ലോഡ്സ് എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെസൻസിനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ കുറച്ച് ഭാഗം രാജാവിന് കൊടുക്കും. അതേപോലെ തന്നെ ഇവര് ഒരുപാട് സൈന്യത്തിനെ ഇവര് തന്നെ നിലനിർത്തും, ഫ്യൂഡൽ ലോഡ്സ്. ഓക്കെ, രാജാവിന് ഫ്യൂഡൽ ലോഡ്സുകൾ കൂടിയിട്ട് എന്ത് ചെയ്യും, കുറേശ്ശെ സൈന്യത്തിന് രാജാവിന് കൊടുക്കും. അപ്പൊ അങ്ങനെ രാജാവിന് അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർമിയാണ് മിക്കവാറും ഉണ്ടാവാറ്. അത്തരത്തിൽ പോകുമ്പോ എന്താ സംഭവിക്കുക, ഓക്കെ. അപ്പോൾ അത്തരത്തില് ഫ്യൂഡൽ ലോഡ്സിന്റെ സൈന്യത്തെ രാജാവിന് യുദ്ധം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്യൂഡൽ ലോഡ്സിന്റെ സൈന്യത്തിന് ആവശ്യം വേണ്ടി വരും. ആ സമയത്ത് അത്തരത്തിലുള്ള വലിയൊരു എന്താ പറയാ അധികാര കേന്ദ്രമായിട്ടോ അബ്സല്യൂട്ട് മൊണാർക്കിയായിട്ടോ രാജാവിന് രാജ്യം ഭരിക്കാൻ സാധിക്കാറില്ല. ഓക്കെ, എന്നാൽ ലൂയി 14 കാലം മുതൽ ഇദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ആർമി എന്ന് പറഞ്ഞാൽ രാജാവിന് മാത്രമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആർമി, അത് രാജാവ് കൈകാര്യം ചെയ്യും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പൊതുവെ ഫ്യൂഡൽ ലോഡ്സിന്റെ അധികാരങ്ങളൊക്കെ വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ ലൂയി 14 സാധിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഇത് അബ്സല്യൂട്ട് മൊണാർക്കി ആവുന്നത്. അപ്പോൾ രാജാവിന് ഒരു തടയിടാനോ ഒരു ചെക്ക് ആൻഡ് ബാലൻസിനോ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. രാജാവ് എങ്ങനെ തീരുമാനിക്കുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നു പോകും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയാനോ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള കാര്യത്തിൽ ജീവിക്കാൻ പേഴ്സണൽ ആയിട്ടുള്ള ലക്ഷറി വേറെ. പേഴ്സണൽ ആയിട്ടുള്ള ലക്ഷറിയേക്കാൾ കൂടുതലാണ് ഇദ്ദേഹത്തിന് ഡിസിഷൻ. ലൈക്ക് ഏതെങ്കിലും രാജ്യത്തിനോട് യുദ്ധം ചെയ്യണോ, പോയി യുദ്ധം ചെയ്യുക. അപ്പൊ അതിനുള്ള എക്സ്പെൻസ് മുഴുവൻ ആര് വഹിക്കണം, ഈ അവിടുത്തെ കോമണേഴ്സ് വഹിക്കണം. അത്തരത്തിലുള്ള ഡിസിഷൻസ് വലിയ വലിയ ഇമ്പാക്ട് സാധാരണ മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ അബ്സല്യൂട്ട് മൊണാർക്കിയിലെ ഏറ്റവും വലിയ പ്രശ്നം. അടുത്തൊരു പ്രശ്നം വരുന്നത് ഈ ബൂർഷ്വാസികൾക്കാണ്. ഫ്രാൻസിന്റെ കാര്യം എടുക്കുന്ന നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് 1770-കളില് 80-കളില് ഇൻഡസ്ട്രി വളരെ മെച്ചപ്പെട്ട് വരികയാണ്. ആക്ച്വലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നത് ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസും അതിൽ ഏറ്റവും അടുത്ത് പിന്നീട് റെവല്യൂഷൻ നടക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ നടക്കുന്നത് ഫ്രാൻസിലാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബ്രിട്ടനില് കോള് ഷിപ്പിനാൽ നമുക്ക് ഫ്രാൻസിൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിലെ സിൽക്ക്, വൂളൻ, അതുപോലെ ലിനൻ, അതുപോലെ തന്നെ അയൺ, ഇതൊക്കെ ബ്രിട്ടനേക്കാളും കൂടുതൽ ഫ്രാൻസിലാണുള്ളത്. അതേപോലെ തന്നെ ഫ്രാൻസില് ഗ്രോസ് ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്തും ബ്രിട്ടനേക്കാൾ വലുതാണ്. പക്ഷെ ബ്രിട്ടൻ ജനസംഖ്യ കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് അപ്പൊ അവിടുത്തെ ഇൻഡസ്ട്രി പെർ ക്യാപിറ്റ ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനിലായിരിക്കും. ഓക്കെ, മീൻസ് വലിയ തരത്തിൽ മീൻസ് എന്താ പറയാ, ബ്രിട്ടനിൽ നടന്ന പോലെ കോളിന്റെ ഇൻഡസ്ട്രി അത്തരത്തിൽ അതൊക്കെ പിന്നെ കോട്ടന്റെ സ്പിന്നിങ് ജെന്നി വലിയ വലിയ മില്ലുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ വലിയ ഫാക്ടറീസ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ഫ്രാൻസും എന്താ പറയുക ഒരുമിച്ച് നിൽക്കാവുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. എന്തിനാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്ന കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയും ട്രേഡും വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ബൂർഷ ക്ലാസ് ഡെവലപ്പ് ചെയ്യും. ഈ ബൂർഷ ക്ലാസ്സിന് അവർക്ക് മേ ബി ടാക്സ് കൊടുക്കുന്ന
എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ അബ്സൊല്യൂട്ട് മൊണാർക്കിയോടാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പല സമയത്തും മൊണാർക്കി ഒരു പ്രശ്നമാണ് ട്രേഡ് മോണോപ്പൊളി, അത്തരത്തിലുള്ള വലിയ ലൈസൻസിങ്, റെഗുലേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജാവിൻ്റെ ഇഷ്ടപ്രകാരം നടത്തും. ഇത് ക്ലാസ് കോൺഫ്ലിക്റ്റിനും മൊണാർക്കിയോടുള്ള പ്രശ്നത്തിനും കാരണമാവുന്നുണ്ട് ബൂർഷ്വാ ക്ലാസസിന്. ഓക്കെ, അടുത്ത് പറയുന്ന ക്ലാസ് ഓഫ് പ്രിവിലേജ്ഡ് ആൻഡ് അൺപ്രിവിലേജ്ഡ്, ഇതിനെക്കുറിച്ച് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രാൻസ് വിഭജിക്കപ്പെട്ട് കിടന്നിരുന്നത്. 3 ക്ലാസ്സുകളാണ്. ഫസ്റ്റ് ക്ലാസ് ക്ലർജി. ഇത് ഫസ്റ്റ് ക്ലാസ് തന്നെ പഠിക്കണം കേട്ടോ, കാരണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഏതായിരുന്നു, സെക്കൻഡ് ക്ലാസ് ഏതായിരുന്നു? ഫസ്റ്റ് ക്ലാസ് ക്ലർജിയാണ്. ഓക്കെ, അവർ തിത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ്, കൺട്രോൾ ഓഫ് എഡ്യൂക്കേഷൻ. അന്നത്തെ മിഡീവൽ യൂറോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോളജിൻ്റെ മോണോപ്പൊളി ആദ്യം ചർച്ചിനായിരുന്നു. ഓക്കെ, ഈ മോണോപ്പൊളിയാണ് പിന്നീട് സയൻസ് വന്ന് ബ്രേക്ക് ചെയ്യുന്നത്. ആദ്യം ഞാൻ റെനസൻസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂമി യൂണിവേഴ്സിൻ്റെ തിയറികൾ, എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, അതുപോലെ മനുഷ്യന്റെ ജീവപ്രപഞ്ചവും ഭൗതിക പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും ചർച്ചാണ് പറയുന്നത്. അതിനെതിരെ ആര് പറഞ്ഞാലും അവരെ വല്ല തീയിലിട്ട് കൊല്ലുകയോ അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തരം മോണോപ്പൊളി ആയിരുന്നു. അത്തരത്തിൽ ജീവപ്രപഞ്ചവും അതുപോലെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും മോണോപ്പൊളി ആദ്യം ചർച്ചനായിരുന്നു. അത് പിന്നീട് വളരെയധികം എന്താ പറയുക, ഇല്ലാതായി പോകുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം സയൻസ് അത്രമാൽ ഈ 17ാം നൂറ്റാണ്ടിൽ 18ാം നൂറ്റാണ്ടിൽ വികസിച്ചിരുന്നു. ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ചർച്ചിൻ്റെ ഇത്തരത്തിലുള്ള അവർ വിചാരിക്കുന്നത് അവർക്ക് ആ മോണോപ്പൊളി എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ്. ആ മോണോപ്പൊളി വീണ്ടും അത് സംരക്ഷിക്കാൻ പരമാവധി ട്രൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ചർച്ച് അവിടെ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് എസ്റ്റേറ്റ് ഫ്യൂഡൽ ലോഡ്സ് ആണ്. അവർ കുറച്ച് ഫ്യൂഡൽ ലോഡ്സിൻ്റെതായിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നിർബന്ധിത സേവനം ഇവർക്ക് വേണ്ടി കൊടുക്കണം. സാധാരണ പെസൻസ് അവർക്ക് ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് റിമ്യൂണറേറ്റ് ചെയ്യില്ല. ഓക്കെ, ഈ രണ്ട് കൂട്ടരും ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും 20% ലാൻഡ് വെച്ചിട്ട് ഇവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഫ്രാൻസിൻ്റെ ഏകദേശം 99% വരുന്ന തേർഡ് എസ്റ്റേറ്റിലാണ്. ആകെ 1-2% വരുന്ന ഈ ക്ലാസ് മൊത്തം 40% ലാൻഡ് ഇവരുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ബാക്കിയുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് പെസൻസ്, അർബൻ വർക്കേഴ്സ്, ബൂർഷ്വാസീസ്, ഓക്കെ, ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇവരാണ് ഈ എല്ലാ തരത്തിലുള്ള ടാക്സും കൊടുക്കേണ്ടത്. ഓക്കെ, ഈ തേർഡ് എസ്റ്റേറ്റിൻ്റെ ഒരു കാര്യം നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നമ്മൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാവുന്ന പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ മൊത്തം 3 ക്ലാസ് ആയിട്ടേ പറയുള്ളൂ: ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതിൽ ഇപ്പോൾ ഒരു കാര്യം എനിക്കിപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് ഓഫ് റവല്യൂഷൻ എടുക്കുമ്പോൾ മിക്കവാറും അടുത്ത ക്ലാസ്സാണ് എടുക്കുക. ആ സമയത്ത് ഈ തേർഡ് എസ്റ്റേറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചു. അതേ സമയത്ത് തന്നെ ഫ്രാൻസിലെ ബ്രിട്ടന്റെ അതേ തോതിൽ അല്ലെങ്കിൽ കൂടി ഫ്രാൻസിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നുണ്ട്, ട്രേഡ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ബൂർഷ്വാ ക്ലാസ് അവിടെ ഉണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അത് ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെയാണ് അവർ വരുന്നത്. അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രി വരുമ്പോൾ, പാരീസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രി വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് വരുന്നുണ്ട്, സിറ്റിയിൽ വർക്കേഴ്സ് വരുന്നുണ്ട്. അത് വേറൊരു ഡിസ്റ്റിങ്റ്റീവ് ക്ലാസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ പറയുന്ന പെസൻസ് വരുന്നത്. പെസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിക്കവാറും ഓവർ ബർഡൻ ആയിട്ടുള്ള വില്ലേജിലുള്ള കൃഷിക്കാരനെയാണ് പറയുന്നത്. ഓക്കെ, അവരൊരു വേറെ ഒരു മീൻസ് വേറൊരു ഡിസ്റ്റിങ്റ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാം. ഈവൻ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പഠിക്കുന്ന തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുള്ള പല വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളാണ് പിന്നീട് റവല്യൂഷനിൽ വലിയൊരു ടേൺ എടുക്കുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഫ്രാൻസിൽ മൊത്തം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതും. ഓക്കെ, ഇതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വ്യത്യാസങ്ങൾ.
അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ജസ്റ്റ് പറയണം, നമ്മൾ കോഴ്സ് ഓഫ് റെവല്യൂഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. ജിറോണ്ടിൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബൂർഷ ക്ലാസ് ഒക്കെ വരുന്നത് ഇതിലാണ് മിക്കവാറും. പിന്നെ അവർക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് മൊണാർക്കിയിലുള്ള റെഗുലേഷൻ, ട്രേഡ് റെഗുലേഷൻസ് ഒഴിവാക്കണം. ഓക്കെ, ഇവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ഉള്ളത് വേണം. പിന്നെ അത് മാത്രമല്ല ഓണർഷിപ്പ്, ഈ ട്രീറ്റീസ് ഒക്കെ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു വാലിഡിറ്റി വേണം. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക്. വർക്കേഴ്സിന് എന്തായിരിക്കും ഇൻട്രസ്റ്റ്? അവർക്കൊരു സോഷ്യലിസ്റ്റ് അപ്രോച്ച് ആയിരിക്കും. ഓക്കെ, അവർ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവരുടെ ചില സ്ഥലങ്ങളിലുള്ള ബൂർഷ ക്ലാസ്സും അതുപോലെ വർക്കിംഗ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് പിന്നീട് ഫ്രഞ്ച് റെവല്യൂഷനിൽ ഈ റീൻ ഓഫ് ടെററിന്റെ സമയത്തൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ പെസൻസിനെ സംബന്ധിച്ചോളം അവരുടെ നിത്യവൃത്തിക്ക് പൈസ ഇല്ലാത്ത ഒരു അത്രയും ദരിദ്രരായിട്ടുള്ള ഒരു മനുഷ്യരാണ്. ഓക്കെ, അവരുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. ഓക്കെ, ഈ തരത്തിലുള്ള പല ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റുകളും ഫ്രഞ്ച് റെവല്യൂഷനിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷനെ വളരെ യുണീക്കാക്കി മാറ്റുന്നത്, ഒരുമാതിരി രക്തരൂഷിതമാക്കി മാറ്റുന്നത്. ഓക്കെ, അത് പിന്നീട് പഠിക്കും. ഞാൻ എസ്റ്റേറ്റ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു തന്നാണ്. കിങ്ങിന് അറിയാലോ, അതായത് ഡിവൈൻ റൈറ്റ് ആണ്, രാജാധികാരം ദൈവദത്തമാണ്, ദൈവം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാജാവിന്റെ ഏതൊരു പ്രവൃത്തിനും ചോദ്യം ചെയ്യാൻ സാധാരണ ജനങ്ങളുടെ അവകാശമില്ല. ഓക്കെ, ഇത് എൻലൈറ്റൻമെന്റ് തിങ്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റൂസോ സോഷ്യൽ കോൺട്രാക്ട്, അതായത് ജനങ്ങളുടെ സമ്മതമാണ് ഒരു റൂളറുടെ ലെജിറ്റിമസി. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു റൂളർ ഭരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഈ രാജാവിന്റെ താല്പര്യം അല്ലെങ്കിൽ രാജാവിന്റെ ഇത് പറയാനുള്ളത് എന്താണ്? രാജാധികാരം ദൈവദത്തമാണ്, ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് തന്നെ ദൈവം ആരാണെന്നുള്ളതും ഈ ചർച്ച ആരാണെന്നുള്ള വലിയ ചർച്ചകൾ ഓൾറെഡി നടക്കുകയും മിക്ക പൗരന്മാർക്കും അവിടുത്തെ ജനങ്ങൾക്കും അതിൻ്റെ ഒരു എന്താ പറയുക എൻലൈറ്റ്മെന്റ് തിങ്കിങ്ങിന്റെ ഒരു എസൻസ് കിട്ടിക്കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് രാജാവ് വളരെ കർക്കശമായിട്ട് ഇത് ദൈവത്തിന്റെ കഴിവാണ്, ഞാനാണ് ഭരിക്കുന്നത് എന്നൊക്കെ ഈ ജനങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഓൾറെഡി തിങ്കിങ്ങിൽ രണ്ട് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് രാജാവ് ചെയ്തിരുന്നത്. ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തിരുന്ന രാജാവാണ്. മിലിറ്ററി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ആർമിയും ഒരു വിചാരണയും കൂടാതെ ജയിലിൽ അടയ്ക്കാൻ പറ്റും. എത്ര വേണമെങ്കിലും ടാക്സ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം, അതൊക്കെ സോൾ അതോറിറ്റി രാജാവായിരുന്നു. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിരുന്നത് രാജാവാണ്. ഓക്കെ, യുദ്ധം ചെയ്യണോ അതോ യുദ്ധം നിർത്തണോ ഒക്കെ തീരുമാനിക്കുന്നതും രാജാവ് തന്നെ. ഇനി നമുക്ക് ഫ്രാൻസിലെ എക്കണോമിക് കണ്ടീഷൻ ഒന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതാണ് ആക്ച്വൽ കോസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ എക്കണോമിക് കണ്ടീഷനാണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ. 3/4 അഗ്രികൾച്ചർ ആയിരുന്നു. ഈവൻ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാൻസ് മേ ബി ഒരു 70-80% അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ GDP ഷെയർ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയണം. ആ സമയത്ത് വെറും 25% ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ വളരെ കൂടുതലാണ് സ്വാഭാവികമായിട്ട് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മേ ബി 12-17 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഷെയർ GDP-യിൽ. അപ്പോൾ ആ സമയത്ത് 25% ഷെയർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ സമയത്ത് ഫ്രാൻസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരുന്നു. ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ഓക്കെ, peasants and farmers of France bore burden of taxation.
ഓക്കെ. അതുപോലെ തന്നെ ഈ ഹാർവെസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഒരു 1789 ഫ്രാൻസിലെ വിപ്ലവം നടക്കുന്നത്. 1777 1778 അവിടെ വലിയൊരു ഫാമിൻ ഉണ്ടാവുന്നുണ്ട്. ആ ഫാമിനിൽ ഈ ബ്രെഡിന്റെ വില വളരെയധികം കൂടുന്നുണ്ട്. അതായത് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ വളരെ കുറയും, ബ്രെഡിന്റെ വില കൂടുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്രെഡ്. ബ്രെഡിന് വില കൂടുന്നതുകൊണ്ടും അതും ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് ആക്ച്വലി. Bourgeoisie often managed to gather wealth, but were upset they paid taxes while noble did not. Even അതൊരു പ്രശ്നമാണ്. മീൻസ് ഈ ഒരു ക്ലാസ്സിലെ ഓണേഴ്സ് വലിയ ടാക്സുകൾ പേ ചെയ്യുന്നുണ്ട്. അവർക്ക് സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് ഒരു അടുത്ത ഒരു കമ്മ്യൂണിറ്റി അവരിപ്പോ ടാക്സ് അടയ്ക്കുന്നേ ഇല്ല. അപ്പൊ ഇവരുടെ പുതിയതായിട്ട് വന്നൊരു വെൽത്ത് ആണെങ്കിലും കൂടി അങ്ങനെ ഒരേ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അതെന്തായാലും ഒരു വലിയ പ്രശ്നമല്ല. അതായത് ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി അങ്ങേറ്റം റിസ്ക് എടുക്കുന്നു. ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സമയത്ത് അറിയാലോ, ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ ഈസ്റ്റ് ഇന്ത്യ, അവരൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഫോർട്ട് എടുത്തിട്ടാണ്. ഈവൻ ചൂഷണാണെങ്കിൽ തന്നെ അതത്ര എളുപ്പമൊന്നായിരുന്നല്ല. അത് നമുക്കറിയാലോ. എത്ര പേര് ഇവർ മരിക്കുന്നുണ്ട്, എത്ര പണം അവർക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവർ പണം സമ്പാദിക്കുന്നത്. ഓക്കെ, ഈ സമ്പാദിച്ചിട്ട് രാജാവ് അനുസ്യൂത പൈസക്ക് ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പുറത്ത് ഒരു പണിയും ചെയ്യാതെ നോബിൾ അവരുടെ ഒരു ഹെറിഡിറ്ററി ഒരു കാര്യത്തോണ്ട് മാത്രം അവർ വലിയ എന്താ പറയാ പദവികൾ വഹിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് പ്രിവിലേജസ് അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇതെന്തായാലും അവിടുത്തെ ഈ ഇൻഡസ്ട്രിയൽ ക്ലാസ്സിനെ അപ്സെറ്റ് ആക്കും. നേരത്തെ പറഞ്ഞു തന്നെയാണ് സോഷ്യൽ ഇൻഇക്വാലിറ്റി, എക്കണോമിക് ക്രൈസിസ്. ഇത് രണ്ടും തന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണം. ഏകദേശം 1.5 ലിവറെ ബില്യൺ ഇവർക്ക് കടമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സാധാരണ വ്യക്തി അവർ സമ്പാദിക്കുന്നതിന് 24% ടാക്സ് അടച്ചിരിക്കുന്നത്. അത് വളരെ കൂടുതലാണ്. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സമയത്തും ഈവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോഴും ബ്രിട്ടീഷ് രാജ് ഭരിക്കുമ്പോഴും ഈവൻ ഇപ്പോൾ അത്രയില്ല, എന്നാലും കൂടി ഒരു 1/6 ആണ് ടാക്സ്. ഓക്കെ, 1/6 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു 18% ഒക്കെ അല്ലേ വരുള്ളൂ, അതിന് താഴെ വരുള്ളൂ. ഓക്കെ, ഇവർക്ക് അങ്ങനെ യാതൊരു വിധ തരത്തിലുള്ള എന്താ പറയാ ഒരു കോളനിയൽ കൺട്രി അല്ല. ഇവര് ഒരു സ്വതന്ത്ര രാജ്യമാണ്. എന്നിട്ടാണ് 24% അവർ ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഈ ലൂയിസ് 14, 15, 16 രാജാക്കന്മാര് കുറച്ച് എന്താ പറയാ അവരുടെ പോളിസീസ് കാരണം ഫ്രാൻസിന് എന്ത് സംഭവിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അതായത് ലൂയി 14 ഈ അബ്സല്യൂട്ട് മൊണാർക്കി എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ രാജ്യം കൊണ്ടുപോകുന്നത്. ആ സമയത്തായാലും ശരി, ഈ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടൊക്കെ കുറച്ച് നല്ല കോപ്പപ്പിലാണ്, അവരായിട്ട് സൗഹൃദം. ഈ ലൂയി 14 എന്ന് പറഞ്ഞാൽ വളരെ നോളജ്ഫുൾ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അവർക്ക് ലൂയി 14 ഇവർക്ക് വേണ്ടി സപ്പോർട്ട് പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഈ വലിയ ഭൂഷ ക്ലാസ്സുമായിട്ട് വലിയ കുഴപ്പത്തിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുറച്ച് നാളുകൾ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ അനാവശ്യമായിട്ടുള്ള വാറുകൾ, അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ്, ഇത് അതുപോലെ തന്നെ ഈ ട്രേഡ് റെഗുലേഷൻസ്, ഇത് ഈ ഇൻഡസ്ട്രിയൽ ക്ലാസ്സും ഈ ലൂയി 14 ഒരു എന്താ പറയുക കണക്ഷൻ ഇല്ലാതാക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആളാണ് അടുത്ത ആള് ലൂയി 15. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വളരെ ലാവിഷ് ആയിട്ടുള്ള യുദ്ധങ്ങൾ തന്നെയാണ് പ്രശ്നം. വലിയ യുദ്ധങ്ങൾ, അതിനുശേഷം ഉണ്ടാവുന്ന ബാങ്കിന്റെ ഫ്രാൻസിൽ ഉണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതിന് ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള പരിഗണന കൊടുക്കാതെ ആൾക്കാരെ ടാക്സ് ചെയ്യാം. ഓക്കെ, അവസാനം ഈ 7 years വാർ കഴിഞ്ഞതോടുകൂടി 1756 1763 7 years വാർ കഴിഞ്ഞതോടുകൂടി ഫ്രാൻസ് ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റ് ആയി. ഓക്കെ, അവർക്ക്
അങ്ങോട്ട് എന്താ പറയാ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അത്രയും എന്താ പറയാ ബാങ്ക്രപ്റ്റൻസി വന്നു. അത് ഈവൻ രാജാവിന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, രാജാവ് ആക്ച്വലി എസ്റ്റേറ്റ് ജനറൽ വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇനി ടാക്സ് പേ ചെയ്യണമെന്നോ ഇനി ടാക്സ് കൂട്ടണമെന്നോ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതായത് അബ്സല്യൂട്ട് മൊണാർക്കിയിൽ നിന്ന് അദ്ദേഹം പിന്നിലോട്ട് പോകുന്ന ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നതിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ഫ്രാൻസിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് റെവല്യൂഷനെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം കൂടി അതിൽ പറയാനുണ്ട്. റെവല്യൂഷൻ എന്നുള്ള വാക്ക് ആദ്യം 14-15 നൂറ്റാണ്ടുകളിൽ ആക്ച്വലി ആരും ഉപയോഗിച്ചിരുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ സോഷ്യൽ ടൈമായിട്ടോ ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഇത് സയന്റിഫിക് ടൈം ആയിരുന്നു. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഭൂമി കറങ്ങുന്നത് അല്ലെങ്കിൽ സൂര്യൻ മറ്റ് ഒരു സെന്ററിനെ കറങ്ങുന്നത്, എന്തിനേലും കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം പിന്നെ 17-ാം നൂറ്റാണ്ടില് ഈ റെവല്യൂഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കിങ്, ഓക്കെ, നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിങ് വേറെ ഒരുപാട് എന്താ പറയാ ഒരു സമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ദുർഭരണം നടത്തി. ഓക്കെ, അതിനുശേഷം വേറെ ഏതെങ്കിലും ഒരു പുതിയ കിങ് വന്നിട്ട് അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയാം. മനസ്സിലായി? അതൊരു സ്റ്റാറ്റസ് കോ, പഴയ ഒരു നല്ലൊരു സ്റ്റാറ്റസ് കോയിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് പണ്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞത്. ഈ 18-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പിന്നീട് ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ബ്രേക്ക്, ഒരു വലിയൊരു മാറ്റമായിട്ട് റവല്യൂഷൻ എന്നുള്ള വാക്കിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുമ്പോൾ തന്നെ അവിടുത്തെ കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇത് വലിയൊരു സംഭവമാണ്. ഓക്കെ, ഇത് അങ്ങനെ ഉണ്ടാവാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ സമയം അത് നടക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആ സമയത്തെ കണ്ടംപററി റൈറ്റേഴ്സിനോ അല്ലെങ്കിൽ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ലീഡേഴ്സിനോ അറിയില്ല അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന്. അത് പിന്നീട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പേരിടുന്നത് ഝാൻസി റാണി. ഝാൻസി റാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്രയും വീരപരിവേഷമാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അത്രയും പൊരുതിയ, ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഒരു വലിയ ധീര വനിതയാണ് അത്. പക്ഷെ ആക്ച്വലി അങ്ങനെ ആ ഒരു കണ്ടംപററിയിൽ ആരും അങ്ങനെ അവർക്ക് അത്തരത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. മാത്രമല്ല ഈവൻ റാണി ലക്ഷ്മിബായി മരിച്ചപ്പോൾ അന്നത്തെ ദിവസം ആ രാജ്യത്തിലുള്ള ആൾക്കാര് ദീപാവലി ആഘോഷിക്കുന്നതിനൊക്കെ കേമായിട്ട് ആഘോഷിച്ചതാണ് കണ്ടംപററി ആയിട്ട് എഴുതിയേക്കണം. അത്രയും ദേഷ്യമായിരുന്നു ഈ സ്ത്രീയെ ഇവർ ഭരണത്തെ. കാരണം ഇവരൊരു മറാത്ത ആക്ച്വലി മറാത്ത റൂളേഴ്സ് ആയിരുന്നു. അതിന്റെ ഒരു വളരെ ചെറിയൊരു പോർഷൻ ഭരിച്ചിരുന്ന മറാത്ത റൂളറിന്റെ ലീനേജുള്ള ആൾക്കാർ. ഈ നോർത്തിലുള്ള ആൾക്കാർ മറാത്തക്കാരുമായിട്ട് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ പക്ഷെ മറാത്ത അതിന് അടുത്ത ഹിസ്റ്ററി ഇപ്പൊ നമ്മൾ മറാത്ത രാജ്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു റൈഡർ കമ്മ്യൂണിറ്റി ആയിട്ടും വളരെ മോശം രീതിയിലാണ് കണ്ടംപററി മറാത്ത രാജ്യത്തിനെ നമ്മൾ ഹിസ്റ്റോറിയൻസ് കണ്ടിരുന്നത് അന്നും. ഓക്കെ, ഇപ്പൊ റാണി ലക്ഷ്മിബായിന് പിന്നീട് പല നമ്മുടെ ഇന്ത്യയിലുള്ള എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എഴുതി അവർ വലിയൊരു ധീര പരിവേഷം നമ്മൾ കൊടുത്തതാണ്. ആക്ച്വലി അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്, അവരുടെ മകന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അവർക്ക് യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർക്ക് വേറൊരു യാതൊരുവിധ ഗുണവും ലഭിക്കില്ല എന്ന് മാത്രമല്ല അവർ വല്ലാത്തൊരു ജീവിതത്തിലെ സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് അവർ യുദ്ധം ചെയ്തതാണ്. ഓക്കെ, അത് നമ്മൾ അത്തരത്തില് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല സംഭവങ്ങളും, നമ്മൾ ഇന്ന് പഠിക്കുന്ന പല സംഭവങ്ങളും ഹിസ്റ്റോറിയോഗ്രാഫിയിൽ എഴുതി വലുതാക്കി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പിന്നീട് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, അന്ന് ഇത്രയും വലിയൊരു സമരം നമ്മൾ നടത്തി, സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അങ്ങനെയല്ല ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ കണ്ടംപററി ആയിട്ട് അവർക്ക് തന്നെ അറിയാം ഇത് വലിയൊരു സംഭവം ആവാൻ സാധ്യതയുണ്ട്. റോബസ്ഫിയറെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ലോകത്തിലെ ഇന്നേ വരെയുള്ള ചരിത്ര സംഭവങ്ങളെക്കാളും അതിമഹത്തരമായിട്ടുള്ള സംഭവങ്ങൾ ഫ്രാൻസ് കുറച്ച് നാളുകൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് റോബസ്ഫിയറെ. അപ്പൊ അവർക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും ഇവരെന്താണ് ചെയ്യുന്നത്, ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷണറിക്ക് അറിയായിരുന്നു. ഓക്കെ, അടുത്തത് ഓക്കെ, അപ്പൊ
ലൂയി 14 15 കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നീട് നമ്മൾ ഈ റവല്യൂഷന്റെ കാര്യം സംസാരിക്കായിരുന്നു. ലൂയി 16 ആക്ച്വലി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഭരണം കിട്ടുന്ന സമയത്ത് തന്നെ ഫ്രാൻസ് ആക്ച്വലി വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിലേക്ക് പോയിണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ക്വീൻ മേരി അന്റോണിയേറ്റ്, ഇവര് ഒരു ഓസ്ട്രിയൻ ലേഡിയാണ്. ഇവർക്ക് ഓസ്ട്രേലിയ ഇവരുടെ സഹോദരനാണ് ഓസ്ട്രിയൻ റൂളർ. ഓക്കെ, ഇവരുടെ അവിടുത്തെ ആൾക്കാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമാണ്. മീൻസ് പേഴ്സണലി ലൂയി 16 അറ്റാക്ക് ചെയ്യുന്നതിൽ മേരി അന്റോണിയറ്റിന് വലിയ പങ്കുണ്ട്. ഇവരുടെ ലാവിഷ്നെസ്, ഇവരുടെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ അന്നത്തെ സമയത്ത് കണ്ടംപററി ആയിട്ട് ആൾക്കാർ എഴുതുകയും ഇവരുടെ പോർട്രേറ്റ് വരയ്ക്കുകയും ഇവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻസ് ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറയുക, അബ്സല്യൂട്ട് മൊണാർക്കിയാണ്, രാജഭരണമാണ് എങ്കിലും കൂടി ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ട്, ഇവരെ കളിയാക്കുന്നുണ്ട്. ലൂയിസ് 16 പേഴ്സണൽ ഇന്നബിലിറ്റീനൊക്കെ വെച്ചവരെ കളിയാക്കുന്നുണ്ട്. അന്നത്തെ ഒരു സലോൺ കൾച്ചറിൽ എന്താ പറയുക, ഫ്യൂഡൽ ലോഡ്സ് ഒക്കെ നടത്തിയിരുന്ന സലോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ഇവർ സംസാരിക്കുന്നതിലൊക്കെ ഇവരുടെ വലിയ കഥാപാത്രമാണ് മേരി അന്റോണിയേറ്റ്. ഇവര് തലയിൽ ഷിപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മരങ്ങൾ, ഇതൊക്കെയാണ് ഇവര് ഹെയർ സ്റ്റൈൽ ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കുക. അത്രയും പൈസ ചെലവാക്കിയിട്ടാണ് ഇവര് അവരുടെ ലാവിഷ് ആയിട്ടുള്ള ലൈഫ്. ഓക്കെ, മാത്രമല്ല ഇവര് പല സമയത്തും അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഫ്രഞ്ച് കോർട്ടിൽ ഇവർക്ക് ഇവരുടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെ അടുത്ത് എന്തെങ്കിലും നൊബിലിറ്റിക്ക് അവർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ രാജാവ് നിലപാട് എടുക്കുകയാണെങ്കിൽ ഇവരിടപെട്ടത് തിരുത്തുന്നത് ഒരു പതിവായിരുന്നു. അപ്പൊ കോർട്ടിനും ഇവരോട് വലിയ താല്പര്യമില്ല, അതേപോലെ തന്നെ നാട്ടുകാർക്കും ഇവരെ വലിയ താല്പര്യമില്ല. ഓക്കെ, അമേരിക്കൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് അമേരിക്കൻ റവല്യൂഷനിൽ 2 കാര്യങ്ങൾ ഇവര് തെറ്റ് ചെയ്തു. ഒന്ന്, അമേരിക്കൻ റവല്യൂഷന് വേണ്ടി ഫണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസ് ആദ്യം ഇതിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമേരിക്ക ജയിക്കും എന്നാൽ അമേരിക്ക ഒരു പൊട്ടൻഷ്യൽ പവറാണെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇവർ പൈസ കൊടുക്കുകയാണ് ഉണ്ടായത്. പൈസ കൊടുത്ത് സഹായിച്ചു. ഒന്ന് ക്യാഷ് കൊടുത്ത് സഹായിച്ചുകൊണ്ട് ഫ്രാൻസ് ബാങ്ക്രപ്റ്റായി. രണ്ടാമത്തത്, ഇവർ കുറച്ച് പട്ടാളക്കാരെയും കൂടി പറഞ്ഞു വിട്ടു. ആ പട്ടാളക്കാർ തിരിച്ചു വന്നിട്ട് അവരുടെ നാട്ടിൽ വിപ്ലവം വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തു. ഈ ലഫായത്ത് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം പിന്നീട് റവല്യൂഷണറി ലീഡർ ആവുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി? അതായത് ലൂയി 14 ഫ്രാൻസിലേക്ക് പറഞ്ഞു വിട്ട ആ ആർമി കേഡറിന്റെ ലീഡർ ആയിരുന്നു ലഫായത്ത്. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് രാജാവിനെ സെർവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, തിരിച്ച് റവല്യൂഷന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലൊരു വിഡ്ഢിത്തം ഇദ്ദേഹം ചെയ്തു. കാരണം ആ നാട്ടിൽ പോയിട്ട് അവർ മനസ്സിലായി എന്താണ് എൻലൈറ്റ്മെന്റ്, എന്താണ് ഇൻഡിവിജ്വലിസം, ഒരു വ്യക്തി എന്നുള്ള ആളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. മൊണാർക്കിക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. അതിനാണ് ഈ ഫ്രഞ്ചിലും മൊണാർക്കി ആളെ പറഞ്ഞു വിടുന്നത്, ബ്രിട്ടനെ മൊണാർക്കിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ. തിരിച്ചു വന്നിട്ട് നാട്ടിൽ ഇവര് സഹിക്കുന്നത് എന്താണ്, വീണ്ടും ഒരു മൊണാർക്കിനെയല്ല സഹിക്കുന്നത്. അങ്ങനെ അത് വലിയൊരു മണ്ടത്തരം ഇദ്ദേഹം കാണിച്ചു. അതേപോലെ തന്നെ ക്യാഷ് അവർക്ക് കൊടുത്തു. അവർക്ക് ഇത്രയധികം പൈസ കൊടുത്തു, തിരിച്ച് ലാഭമൊന്നുമില്ല. ബ്രിട്ടനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനിൽ ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലല്ലോ ഫ്രാൻസിന്. പ്രിവിലേജ് ക്ലാസ് വുഡ് നോട്ട് സബ്മിറ്റ് ടു ബീങ് ടാക്സ്ഡ്. ഒരു സമയത്തും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നൊബിലിറ്റിയും ക്ലർക്കിയും അവർക്ക് അത്രയും ലാവിഷായിട്ടുള്ള ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ കുറച്ചെങ്കിലും ഒരു ടാക്സിന് വേണ്ടിയിട്ട് പല ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സും പറയുന്നുണ്ട്. പലരല്ല, വന്നിട്ടുള്ള എല്ലാവരും ഈ പറഞ്ഞ ടെർഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻസ് കൺട്രോളർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് അമേരിക്കയിൽ ആദ്യത്തെ വെടി പൊട്ടുമ്പോൾ തന്നെ ഫ്രാൻസിലെ കംപ്ലീറ്റ് ഖജനാവ് കാലിയാവും എന്ന് പറഞ്ഞു അദ്ദേഹം. അതായത് അങ്ങോട്ട് അത്തരത്തിലൊരു ഇടപാടും വേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. പക്ഷെ രാജാവ് കേട്ടില്ല. അതുപോലെ തന്നെ നെക്ടർ പോലെയുള്ള ആൾക്കാർ പല സമയത്തും ഫ്രാൻസിലെ നൊബിലിറ്റിക്കും ക്ലർക്കിക്കും ടാക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് പിന്നീട് രാജാവും നൊബിലിറ്റിയും ക്ലർക്കും തന്നെ ഇടപെട്ടിട്ടായിട്ടും അത് ഒഴിവാക്കാണ് ചെയ്തത്.
ഇത് വേഴ്സൈൽസ് കൊട്ടാരാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരുപാട് പണം മീൻസ് പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമ്പോഴാണ് അങ്ങേയറ്റം ആർഭാടത്തിലുള്ള ഒരു പാലസ് ഇവര് പുതിയതായിട്ട് പണിയുന്നത്. ഇത് മേരി അന്റോണിയേറ്റ് അവരുടെ കുട്ടികൾ, ഇതിൽ കുട്ടികൾ ഒരു കുട്ടി പോലും രക്ഷപ്പെടുന്നില്ല. ഒരു പെൺകുട്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും റവല്യൂഷണറീസിന്റെ കയ്യിൽ പെട്ട് മരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്, ഫ്രഞ്ച് തിങ്കേഴ്സ് ആണ് ഇത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തോണ്ട് ഈ സ്ലൈഡ് എടുക്കുന്നില്ല. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ടൈപ്പ് ചെയ്യണമെന്നില്ല, ടൈപ്പ് ചെയ്ത് സമയം കളയുന്നില്ല, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ എൻലൈറ്റ്മെന്റിന്റെ കാര്യമൊക്കെ സെപ്പറേറ്റ് ക്ലാസ് എടുത്തുകൊണ്ട് ഇതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ 3 തിങ്കേഴ്സിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ആണ് റൂസോ. അദ്ദേഹത്തിന്റെ പുസ്തകം സോഷ്യൽ കോൺട്രാക്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ തിയറി ഒന്ന് സോഷ്യൽ കോൺട്രാക്ട് തന്നെയാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ ഭരണം ഒരു സോഷ്യൽ കോൺട്രാക്ട് വഴിയാണ് കിട്ടുന്നത്. രാജാവാണോ ആരാണോ ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണം, അത് ഒരു തരത്തിലുള്ള ദൈവിക അധികാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ലെജിറ്റിമസി രാജാവാണ് എന്നുള്ളതുകൊണ്ടില്ല. ജനങ്ങൾ കൊടുക്കുന്ന അധികാരം എന്താണോ അത് തന്നെയാണ് രാജാവിനുള്ളൂ, അതല്ലാതെ യാതൊരു അധികാരവും അദ്ദേഹത്തിനില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ. പിന്നെ ഒരു കാര്യം വെച്ചാൽ റൂസോ, ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ എൻലൈറ്റ്മെന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റാഷണാലിറ്റിനെ കുറിച്ചും എംപിരിസിസത്തിനെ കുറിച്ചൊക്കെ അങ്ങേയറ്റത്ത് ഭയങ്കര ചിന്തയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിറൈവ് ചെയ്യുന്ന നിയമങ്ങൾ, അങ്ങനെയുള്ള നിയമങ്ങൾ റൂസോന് അത്ര വലിയ മീൻസ് നിയമങ്ങൾ വേണം, പക്ഷെ അദ്ദേഹത്തിന് മിക്കവാറും ഫോളോ ചെയ്യേണ്ടത് ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് എപ്പോഴും യുക്തി എന്നുള്ളതല്ല, ചില സമയത്ത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്, അതുപോലെ നാച്ചുറലായിട്ട് ഓരോത്തിൻ്റെയും ഒരു പൊതു സ്വഭാവം, അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നിയമങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഇദ്ദേഹത്തിനുണ്ട്. നാച്ചുറൽ എന്നുള്ളൊരു സാധനം, ഈ നാച്ചുറൽ എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. ഓക്കെ, ഈ റൊമാൻറ്റിസിസം ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മൾ കംപ്ലീറ്റ് നിയമത്തിന് അത് കുറച്ച് വാക്കുകളല്ലേ, അപ്പൊ അതിന് പല സമയത്തും പല രീതിയിൽ നമുക്ക് വളച്ചൊടിക്കാൻ പറ്റും. നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതി വെക്കുന്നല്ലേ നിയമങ്ങൾ. അപ്പൊ ആൾക്കാർ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു നിയമം മാത്രമല്ല, ഒരു നാച്ചുറൽ ആയിട്ട് എന്താണോ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നീതി എന്താണോ അതും കൂടി അതേപോലെ തന്നെ എമിലി, ഇദ്ദേഹത്തിന്റെ വളരെ വേറൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് എമിലി. ഇത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല, ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് പഠിക്കാനുള്ള പുസ്തകമാണത്. റെവല്യൂഷനോ ഹിസ്റ്ററിക്കോ ഇതൊന്നും ചോദിക്കില്ല. പിന്നെ ഈ നോബിൾ സാവേജ് എന്നുള്ള ഒരു ടെർമിനോളജി, ഇത് മീൻസ് അത് നമ്മൾ പഠിച്ചതാണല്ലോ. അതായത് മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ഈ നോബിൾ സാവേജ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് മനുഷ്യനെ കറക്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ്, റൂസോസ് ഐഡിയാസ് അബൌട്ട് ഇക്വാലിറ്റി, സോവറിനിറ്റി of the people and the critique of social hierarchies had a profound impact on revolutionary thought. His ideas were central to the revolutionary leaders' arguments
for creating a more democratic and egalitarian society. അടുത്ത ആള് മൊണ്ടേസ്ക്യൂ. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ലോ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. കിങ് എന്തുകൊണ്ടാണ് ഇത്രയും എന്താ പറയാ അധികാരവും അതുപോലെ ഇത്രയും കറപ്റ്റും ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പലതരത്തിലുള്ള പവേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത് കിങ്ങിലാണ്. ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ കാണിച്ചല്ലോ, ഇദ്ദേഹമാണ് അതേപോലെ തന്നെ ജഡ്ജസിനെ ഉണ്ടാക്കുന്നത്, സോറി നിയമിക്കുന്നത്. ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ഞാൻ പറയുന്നത് വിട്ടുവിട്ടിട്ടാണ് കേൾക്കുന്നത്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? ഹലോ, വോയിസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു എല്ലാ നമ്മൾ മോഡേൺ സൊസൈറ്റികളിലൊക്കെ ഉപയോഗിക്കുന്ന അതേ തിയറി തന്നെയാണ്. അതായത് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം ഒരു വിഭാഗമാണെങ്കിൽ എക്സിക്യൂട്ടീവ്, അതായത് കാര്യനിർവഹണം വേറെ ആണ്. അതേപോലെ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥ, ജഡ്ജസ് വേറെ. ഇതെല്ലാം കൂടി ഒരാളിൽ ചെയ്യാൻ പാടില്ല, അതൊരു കാര്യം. ഒരു ചെക്ക് ആൻഡ് ബാലൻസസ്. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ എക്സിക്യൂട്ടീവ് പാർലമെന്റ്, സോറി നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ, ലെജിസ്ലേറ്റീവ്, അതായത് ലോകസഭയോട് എന്താ പറയാ, അവർ ഒരു റെഗുലേഷനിലാണ്. അതായത് ഒരു നോൺ കോൺഫിഡൻസ് മൂവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവിന് രാജിവെക്കേണ്ടി വരും. അതൊരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ആണ്. ലോകസഭയോട് കൂറ് പുലർത്തിയിട്ട് മാത്രമേ എക്സിക്യൂട്ടീവിന് ഭരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഒരു നിയമമുണ്ടല്ലോ, കേശവാനന്ദ ഭാരതി കേസ് വന്നത്, ബേസിക് പ്രിൻസിപ്പിൾസോ, അയ്യോ മറന്നുപോയല്ലോ അത്, ആരെങ്കിലും അത് ടൈപ്പ് ചെയ്യോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലേ? അതെ, ഈ ബേസിക് സ്ട്രക്ചർ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ആണ്. അതായത് എന്തും ഈവൻ അത് ആർക്കുള്ള ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ആണ്? ലെജിസ്ലേറ്റീവിനുള്ള ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ആണ്. ലെജിസ്ലേറ്റീവ് തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമുള്ള പോലെ അത് മാറ്റാനോ തിരിക്കാനോ പാടില്ല. ഓക്കെ, അതുപോലെ എക്സിക്യൂട്ടീവിനുള്ള ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എന്താണ്? ലോകസഭയാണ് ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. നോ കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിൽ വേണം ഒരു പൊളിറ്റി കൊണ്ടുപോകാൻ. ഇത് മൊണ്ടസ്ക്യൂവിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, Montesquieu's ideas on separation of powers directly influenced the French Revolution's effort to challenge the absolute monarchy and create a more balanced constitutional government. His ideas would later shape the structure of French Republic. Okay, അടുത്ത ആള് വോൾട്ടയർ. വോൾട്ടയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അദ്ദേഹത്തിന്റെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട് ഞാൻ വായിക്കാം. ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ, ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ദ ഡെപ്ത് യുവർ റൈറ്റ് ടു സേ ഇറ്റ്. ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെയും എന്താ പറയാ, ഞാൻ മരണത്തിന് വരെ അതിന് മീൻസ് മരിക്കാൻ വരെ തയ്യാറാണ്. ഓക്കെ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഒരു കാര്യം പറയാൻ ഭയമില്ലാതിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ പ്രസ്സിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ പറഞ്ഞ ഈ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എന്താണ്, റൈറ്റ് എന്താണ്, അല്ലേ? ഒരു പ്രസ്സിന് വേണ്ട പ്രസ്സിന് അതുപോലെ സമരം ചെയ്യാൻ
ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ സമരം ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ പോലീസ് എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് നമ്മൾ എന്താണ് പറയാറ്? അത് നമുക്ക് സമരം ചെയ്യലൊക്കെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചാണ്, എക്സ്പ്രഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രസ്സിന് നമുക്ക് പല പുസ്തകങ്ങളും ഇപ്പം നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രശ്നമില്ല. അതായത് ഇങ്ങനെ പുസ്തകങ്ങൾ നിരോധിക്കുന്ന ഒരു വിഷയമൊന്നുമില്ല. നമുക്ക് ആരെയും എന്താ പറയുക വിമർശിക്കാനും, ഈവൻ നരേന്ദ്രമോദി ആയാലും ശരി, പിണറായി വിജയനായാലും ശരി, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കമ്മ്യൂണിറ്റികളും രാജ്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഇത് പണ്ട് ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എങ്ങനെ വന്നു? ഇത്തരത്തിലുള്ള പുതിയ പ്രിൻസിപ്പിൾ, ആധുനികതയുടെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ എങ്ങനെ വന്നു? ഈ വന്നത് ഇവരിൽ നിന്നാണ്. നമുക്ക് ഡയറക്റ്റ് വേറൊരാളെയും പറയാനില്ല. നമുക്ക് സെപ്പറേഷൻ ഓഫ് പവർ വേണമെന്ന് ആദ്യം പറഞ്ഞത് ആരായിരിക്കും? മൊണ്ടസ്ക്യൂ തന്നെയായിരിക്കും. ഓക്കെ, വേറെ ആരെങ്കിലും വളരെ വേഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ തിയറി പ്രൊപ്പോസ് ചെയ്യുന്ന മൊണ്ടസ്ക്യൂ ആണ്. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇത് ഇവിടുന്നാണ് ആദ്യം വന്നത്. ആദ്യം ആരാണ് ഇത് ഉപയോഗിച്ചത്? ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സാധനം മുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കറിയാലോ. അപ്പൊ മുന്നിൽ ഉണ്ടാവാതെ സമൂഹത്തിലേക്ക് ഇതിന്റെ ഐഡിയാസ് കൂടുതലായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ഇത് വോൾട്ടയർ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അതല്ലാതെ മീൻസ് നമുക്ക് വേറെ പല ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാനില്ല. ഓക്കെ, ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ. വോൾട്ടേഴ്സ് അറ്റാക്ക് ഓൺ ടൈറണി, the church and censorship helped fuel the revolutionary spirit of the French Enlightenment. ഈ ചർച്ച് കുറെ നിരോധിതമായിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിനൊരു പേരുണ്ട്. അത് ആ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ എഴുതി പോപ്പ് പബ്ലിഷ് ചെയ്യ പതിവായിരുന്നു. പ്രത്യേകിച്ച് ഈ റൂസോന്റെയും മൊണ്ടസ്ക്യൂവിന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ അതിലുണ്ടായിരുന്നതാണ്. ഇത് ഇവരുടെ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ. ചർച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ചർച്ചിന്, ഏതെങ്കിലും ചർച്ചിനോ അല്ലെങ്കിൽ അമ്പലത്തിനോ ഇതൊക്കെ ഇങ്ങനെ ആരെന്ത് വായിക്കണം, ആരെന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള പവറുണ്ടോ? പവറില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഇതൊക്കെ മാറിയത് ഈ പറഞ്ഞ റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിപ്പബ്ലിക്കൻ സ്പിരിറ്റിലാണ് ഇതൊക്കെ മാറിയത്, ലോകത്തിൽ മാറിയത്. ലോകം മാറിയത് ഇങ്ങനെയാണ്. ഓക്കെ, ഫ്രീഡം ഓഫ് French Enlightenment. His advocacy of civil liberties, especially freedom of speech and religious tolerance, directly influenced revolutionary reforms and establishment of rights in the French Declaration of Rights of Man and Citizen. Okay, ഷോർട്ട് ടൈം കോസസ്. ബാങ്ക്രപ്റ്റസി ഞാൻ പറഞ്ഞതാണ്, അതിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. ഗ്രേറ്റ് ഫിയർ, ഒരു ഫാമിൻ ഉണ്ടായതും പറഞ്ഞതാണ്. 1777 1878 ഫാമിൻ ഉണ്ടായി. Hungry, impoverished peasants feared that nobles at Estate General were seeking greater privileges. Okay, Estate General വിളിച്ചതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. അറ്റാക്സ് ഓൺ നോബിൾസ് ഒക്കെ ത്രൂ ഔട്ട് കൺട്രി. Louis XVI had no choice but to call for a meeting of Estate General to find a solution to the bankruptcy problem. Okay, so നമ്മൾ എസ്റ്റേറ്റ് ജനറലിലേക്ക് കിടക്കുവാണ്. എസ്റ്റേറ്റ് ജനറൽ വിളിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞു, അതായത് ലൂയി 16 വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ അബ്സല്യൂട്ട് മൊണാർക്കിയിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്ലിയർ സൈൻ നമുക്ക് ഈ എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നതിലൂടെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നൊബിലിറ്റിയും ക്ലർഗിയും അവരും വിചാരിക്കുന്നത് ഓക്കെ, അവർ ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്തി എങ്ങനെയെങ്കിലും കുറച്ചും കൂടിയൊക്കെ ടാക്സ് അടിച്ചേൽപ്പിച്ച് ഈ ഇഷ്യൂന്ന് ഈ കടത്തുനിന്ന് രക്ഷപ്പെടാം, ഫ്രാൻസിൻ്റെ ഈ അങ്ങേയറ്റത്തെ മോശം സാമ്പത്തികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. ഈ രണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവര് ആക്ച്വലി വിചാരിച്ചത്, ഇവർക്ക് ആർക്കും ഈ റെവല്യൂഷൻ ഇത് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ബൂർഷാസ് ഹാപ്പി അല്ല,
അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഹാപ്പി അല്ല, പെസൻസ് ഹാപ്പി അല്ല. ആരും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ഒരു റെവല്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക ആരാണെന്ന് വിചാരിക്കാം, ഇത്തരത്തിലുള്ള തേർഡ് എസ്റ്റേറ്റിൽ ആരെങ്കിലും ആയിരിക്കും എന്നല്ല വിചാരിക്കാം, ബൂർഷ്വാസിയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ക്ലാസ്സിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ പെസൻസോ ഒരു അപ്രൈസൽ ഉണ്ടാവുകയും റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അതല്ല, ഇത് ആക്ച്വലി ഇതിന് ട്രിഗർ വലിക്കുന്നത് ഇവർ തന്നെയാണ്. ഇവര് ഇത്തരത്തിലുള്ള എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നതിലൂടെയാണ് പിന്നീട് എല്ലാ റെവല്യൂഷനും പിന്നീട് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രിഗർ കൊടുത്തത് ആക്ച്വലി രാജാവും ആദ്യത്തെ 2 എസ്റ്റേറ്റും കൂടിയിട്ടാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു. ഓക്കെ, പിന്നെ അവിടെ നടന്ന് നിങ്ങൾക്ക് അറിയാലോ ഇത്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടത്, ഈ എസ്റ്റേറ്റ് ജനറൽ 1614 വിളിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഇവർ ഈ അബ്സല്യൂട്ട് മൊണാർക്കി ആവുന്നതിന് മുമ്പുള്ള ഈ സെറ്റപ്പാണ് ഇതൊക്കെ. വേറൊരു കാര്യം കൂടി ഇതിനെ കുറിച്ച് പറയുമ്പോൾ, എസ്റ്റേറ്റ് ജനറൽ വിളിക്കുമ്പോൾ അന്ന് ഫ്രാൻസിലുള്ള ആൾക്കാർ, മീൻസ് ഒരു രാജാവ് ഭരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ സബ്ജക്ട്സ് എന്നല്ല വിളിക്കുക, സബ്ജക്ട്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ തിരുവിതാംകൂർ രാജാവിൻ്റെ സബ്ജക്ട്സ് ആണ് ആ തിരുവിതാംകൂർ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും. ഓക്കെ, പക്ഷെ ഇവർ അതിൽ നിന്നൊക്കെ വല്ലാതെ മോഡേൺ ആയി കഴിഞ്ഞിരുന്നു ആ സമയത്ത് ഇവർ എന്താ പറയുക, സിറ്റിസൺ എന്നാണ് അവർ വിളിച്ചത്. ഈവൻ അത് രാജഭരണത്തിലായിരുന്നു ഫ്രാൻസ് എങ്കിലും അവർ സിറ്റിസൺ എന്ന് വിളിക്കും. സിവിൽ ലിബർട്ടീനെ കുറിച്ച് സംസാരിക്കും. പോകുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവർ 1614 നടന്ന ഒരു സംഭവം വീണ്ടും കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അത് കൊണ്ടുവരാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ ഒരു രീതിയിൽ, പഴയ ആചാരത്തിൽ ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതായത് ഇവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ക്ലർഗി ധരിക്കുന്ന, ഈ എസ്റ്റേറ്റ് ജനറലിൽ വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം, അതേപോലെ തന്നെ കോമണേഴ്സിന് ഒരു പ്രത്യേക വസ്ത്രധാരണം, പിന്നെ അവരൊരു മാർച്ച്, ഏതൊരു സ്ഥലത്ത് നിന്ന് നോട്ടർഡാം എന്ന് പറഞ്ഞ കത്തീഡ്രലിൽ നിന്നോ എവിടെ നിന്നൊക്കെയാണ് ഇവർ രാജകൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച്. ജനങ്ങൾ ഇവരെ അങ്ങേറ്റം പരിഹസിക്കുന്നുണ്ട് ഈ കണ്ടംപററി ന്യൂസ് പേപ്പേഴ്സിലും അതിലൊക്കെ. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഇവർക്ക് ഇതൊന്നും അറിയില്ലേ, ഇപ്പൊ ഈ ലോകം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കണ്ടംപററി ആയിട്ടുള്ള വല്ലാത്ത വിമർശനങ്ങളും പരിഹാസവും ഇവർക്കെതിരെ ഈ എസ്റ്റേറ്റ് ജനറൽ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ പോകുന്ന ആൾക്കാർക്കും ആ ഒരു പ്രഷർ ഉണ്ട്. ഇവർ അത്തരത്തിലുള്ള ഒരു പഴയ എന്താ പറയാ ജീർണിച്ച ഒരു വ്യവസ്ഥയിലുള്ള ആൾക്കാരല്ല അവരെല്ലാവരും എന്ന് കാണിക്കേണ്ടത് കൂടി ഇവരുടെ ഒരു ആവശ്യമായിട്ട് മാറുന്നുണ്ട് ഈ തേർഡ് എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഈ തേർഡ് എസ്റ്റേറ്റ് ഇവർ ഡെഡ് ലോക്ക് വന്ന് പോകുമ്പോൾ ഓൺലി തേർഡ് എസ്റ്റേറ്റ് അല്ല വരുന്നത്, ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും തന്നെ ഒരു നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ കൂടി ഇവർ ചേർന്നിട്ടാണ് നാഷണൽ അസംബ്ലി ചേരുന്നത്. ഓക്കെ, set in motion a series of events which resulted abolition of the monarchy and a completely new socio-political system for France. ഓക്കെ, അസംബ്ലി കോൾ ചെയ്തു ലൂയി 16. ഡെഡ് ലോക്ക് വന്നു. എങ്ങനെ ഡെഡ് ലോക്ക് വന്നത് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഓരോ ഡെപ്യൂട്ടീസിനും, അതായത് ഓരോ റെപ്രസെൻറ്റേറ്റീവിനും ഓരോ വോട്ട് എന്നുള്ളത് തേർഡ് എസ്റ്റേറ്റ് നിർബന്ധം പിടിച്ചു. എന്നാൽ മറ്റ് 2 വിഭാഗക്കാരും പറയുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നാണ്. അത് സമ്മതിച്ചില്ല, 2 കൂട്ടരും സമ്മതിച്ചില്ല, ഡെഡ് ലോക്കായി. ഓക്കെ, അതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ടെന്നീസ് കോർട്ട് ഓത്ത്. പിന്നെ ഇത് സമ്മതിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ഡെഡ് ലോക്കിൽ കാര്യങ്ങൾ പോകാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഇവർ പറഞ്ഞു, ഞങ്ങളാണ് നാഷണൽ അസംബ്ലി, ഞങ്ങൾ മാത്രമല്ല ആർക്കും ഈ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ആർക്കൊക്കെ ഇതിലേക്ക് വരാം, അവർക്കും വരാം. അതിൽ ആരും ഇവർ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. തേർഡ് എസ്റ്റേറ്റ് മാത്രം മതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ പല ആൾക്കാരും അതിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ കൂടി അവർ ഇതിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കോഴ്സ് ഓഫ് റെവല്യൂഷനിൽ പഠിക്കാം. അങ്ങനെ തേർഡ് എസ്റ്റേറ്റും അതിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള കുറച്ച് ആൾക്കാർ ഫസ്റ്റ് എസ്റ്റേറ്റിൽ നിന്നും സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്നും വരികയും നാഷണൽ അസംബ്ലി കൂടുകയും ചെയ്തു. ഓക്കെ, പിന്നെ ഇത് മീറ്റിംഗ് കൂടിയപ്പോൾ ലൂയി 16 അത് താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം അസംബ്ലി ഹാള് ലോക്ക് ചെയ്തു. പിന്നീട് ഇവർ തിരിച്ചു പോയിട്ട് എന്താ പറയുക, വേറെ ടെന്നീസ് കോർട്ടിൽ റീലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ടെന്നീസ് കോർട്ട് ഓത്തുണ്ടാക്കി ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നവരെ അവരായിരിക്കും നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞു. ജൂൺ 23, 1789 ലൂയിസ് 16 relented. He ordered the 3 estates to meet together as national assembly and vote.
by population on a constitution for France. നോക്കൂ, ഈ സമയത്ത് ആദ്യം എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്ന സമയത്ത് ലൂയി 16 മനസ്സിലായി ഓക്കെ അദ്ദേഹത്തിന്റെ ആ മൊണാർക്കിയൽ പവർ കുറയാണെന്ന്. ഇവിടെ നോക്കൂ, കംപ്ലീറ്റ് സബ്മിഷനാണ്. അദ്ദേഹം 3 സ്റ്റേറ്റിനോടും കൂടി ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്താണ്? അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? അതായത് അതോറിറ്റീസിന്റെ പവർ കുറയ്ക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രൈമറി ഫങ്ഷൻ. ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി ഉണ്ട്, ആ പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഇതിൽ വെച്ചിട്ട് പ്രധാനമന്ത്രിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ രാജാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആണെങ്കിൽ എന്തായിരിക്കും? ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിനനുസരിച്ചിട്ടുള്ള പവറേ രാജാവിനുള്ളൂ. രാജാവിന് അതിൽ കൂടുതൽ പവർ ഇല്ല. ഓക്കെ, അത്തരത്തില് രാജാവിന്റെ പവർ കംപ്ലീറ്റ്ലി മീൻസ് ഈവൻ നോട്ട് കംപ്ലീറ്റ്ലി സിഗ്നിഫിക്കൻ്റ്ലി ഡിമിനിഷ് ആവുന്ന രാജാവിന് അപ്പോഴേ മനസ്സിലായി. രാജാവ് അതിന് സമ്മതിക്കും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെന്നീസ് കോർട്ട് ഓർത്ത് പ്രതിജ്ഞ, അതിൻ്റെ പ്രതിജ്ഞയാണ്, പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി അടുത്തൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രാൻസ് വലിയ രാജ്യമാണ്, അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്, അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഇതിന്റെ മറ്റുള്ള അയൽവക്കത്ത് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇതുപോലെ മൊണാർക്കികളാണ്. ഓക്കെ, ഇവരെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഫ്രാൻസ് ഇവരെ നടുക്കിൽ ഒരു രാജ്യം റിപ്പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധിക നാളെ ആയുസില്ല മറ്റുള്ളവർക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അവര് ഇതിന് എതിരെ ഉള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നടത്തുന്നത് ഫ്രാൻസിലുള്ള ആൾക്കാർക്കും അറിയാം, രാജാവിനും അറിയാം. ഓക്കെ, പിന്നീട് ഒരു റൂമർ സ്പ്രെഡ് ചെയ്തു. ഓക്കെ, പ്രഷ്യന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിയന്നൊക്കെ അറ്റാക്ക് വരും. ഇദ്ദേഹം വീണ്ടും ഈ നാഷണൽ അസംബ്ലിനെ എന്താ പറയുക തകർത്ത് വീണ്ടും ഇദ്ദേഹം രാജാവ് ആവാൻ, കംപ്ലീറ്റ് അബ്സൊല്യൂട്ട് മൊണാർക്കി ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഒരു റൂമർ. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, റൂമർ വന്നു. അപ്പോഴാണ് ഈ ബാസ്റ്റൽ അറ്റാക്ക് ഉണ്ടാവുന്നതും ബാസ്റ്റൽ സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റൽ നടക്കുന്നത്. ഓക്കെ, ജൂലൈ 14 ഡേറ്റ് ഓർമ്മിച്ച് വെക്കണം, 1789. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ പാരീസിലെ ഞാൻ പറഞ്ഞല്ലോ ഈ നാഷണൽ അസംബ്ലിയുടെ ക്യാരക്ടർ നമ്മൾ പിന്നീട് കോഴ്സ് ഓഫ് റെവല്യൂഷനിൽ പഠിക്കാം. ഇപ്പൊ തന്നെ 1 മണിക്കൂറായി, പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നാഷണൽ അസംബ്ലിക്ക് വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേപോലെയല്ല പാരീസിലെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അസംതൃപ്തരായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ക്ലാസ് വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ട്. അവർ ഈ നാഷണൽ അസംബ്ലിക്കാരല്ല ആക്ച്വലി ബാസ്റ്റൽ ജയിലിൽ തകർക്കുന്നത്, അത് അവിടുത്തെ നാട്ടിലുള്ള ജനങ്ങളാണ്. അവർ വിചാരിക്കുന്ന നാഷണൽ അസംബ്ലിയും മറിച്ചിടാൻ സാധ്യത ഒരു ഹോപ്പാണ് ഇവർക്ക്. ഈ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനും അതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്കും നാഷണൽ അസംബ്ലി അവരുടെ ഹോപ്പാണ്. കാരണം അവരാണ് ഇവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ ഇവർക്ക് ഉള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അവരെ തകർത്തെറിയുന്ന എന്തും ഇവരെ സംബന്ധിച്ചോളം വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇവര് അതിൽ വല്ലാതെ എന്താ പറയാ പ്രൊവോക്കഡായി പോയി. ഈ പവർ സിമ്പൽ ആയിരുന്നു ആ സമയത്ത് ഈ ബാസ്റ്റൽ ജയിൽ എന്ന് പറയുന്നത്, അത് ജയില് തകർത്തു. പാരീസിന് മാത്രമായിട്ട് പാരീസിന്റെ ഭാഗത്ത് ഒരു ലോക്കൽ കമ്മ്യൂൺ, അതായത് ഒരു ലോക്കൽ ഗവൺമെന്റ് ഇവര് സ്വയമായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ, uprising and spread throughout France. ബാസ്റ്റൽ ജയിൽ മീൻസ് ബാസ്റ്റൽ ജയിലിന്റെ പതനത്തോട് കൂടിയിട്ട് അത് മാത്രം ഒരു സംഭവമല്ല, ഇത് സംഭവിച്ചോട് കൂടിയിട്ട് പിന്നീട് സ്പ്രെഡ് ആവണം. റൈറ്റ്, ഓക്കെ, എല്ലാ നോബിൾസിനെയും അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ റെക്കോർഡ്സ്, അതായത് പെസൻസിന്റെ കടബാധ്യതയുടെ അല്ലെങ്കിൽ ടാക്സിന്റെ റെക്കോർഡ്സ് മുഴുവൻ ഇവർ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നോബിൾ ക്ലാസ്സിന് ഫ്രാൻസിൽ മനസ്സിലായി ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അവർ മറ്റ് മൊണാർക്കിയൽ രാജ്യങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക് എമിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പേരാണ് എമിഗ്രസ്. ഓക്കെ, ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരെ എമിഗ്രൻസ് എന്നും, ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ ഇമിഗ്രൻസ് എന്നാണ് പറയാ. ഓക്കെ, ഇപ്പൊ ഈ ഫ്രാൻസിൽ ഇവിടുന്ന് പോയ നോബിൾസിനെ എമിഗ്രസ് എന്നാണ് ആ ഒരു വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നീട് ഈ ബാസ്റ്റൽ ജയിൽ തകർത്തതിന് ശേഷം ലൂയി 16 കൊണ്ട് ഫ്രാൻസിന്റെ പുതിയ ട്രൈ കളർ ഫ്ലാഗ് ഇവർ റേസ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതായി മിനിറ്റ്.
ഈ മൊണാർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നീട് ഈ കാണുന്നതാണ് ട്രൈ കളർ ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരെ നിർത്താം. ബാസ്റ്റീലിന്റെ പതനം വരെ ഉള്ളത് ഇനിയാണ്. ബാസ്റ്റൽ ടു ബോണപ്പാർട്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ക്ലാസ്സും കൂടി കൊണ്ട് അവസാനിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ബാക്കി രണ്ടുപേര് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സർ, ക്ലിയർ കേൾക്കാമോ? ആവുന്നില്ല. ആരെയും ഹലോ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് അശ്വിൻ, പക്ഷെ വളരെ ഓക്കെ. ഞാൻ എൻ്റെ വോയിസ് ഒന്ന് കൂട്ടിയോട്ടെ. പറഞ്ഞോളൂ. നമ്മളെ തിങ്കേഴ്സ് 3 പേര് പറഞ്ഞായിരുന്നല്ലോ, റൂസോ അതുപോലെ മറ്റു 2 പേരും. അപ്പോ ഈ ഇത്ര പേരേ ഉള്ളോ? അല്ലല്ല, ഇത് ഇവര് മാത്രല്ല, ഫ്രഞ്ച് റവല്യൂഷണറി തിങ്കേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റവല്യൂഷനെ സ്വാധീനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കുറെ കണ്ടംപററി റൈറ്റേഴ്സ് ഉണ്ട്, കോർഡോസെ, പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ അത്ര, നമുക്ക് അത് ആവശ്യം വരുമോ? അല്ല, അതാ ഞാൻ ചോദിച്ചത്, എക്സാമിന് നമ്മൾ ഇതിൽ കൂടുതൽ പഠിക്കണോ വേണ്ടയോ എന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി നോക്കി നോക്കട്ടെ. ഏതെങ്കിലും കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ. മീൻസ് എന്തെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകളോ ഓക്കെ, അപ്പം നമുക്ക് നിർത്താം. താങ്ക് യു.